എന്താണ് വിശ്വാസം, എന്താണ് അന്ധവിശ്വാസം? സത്യത്തിൽ എല്ലാ വിശ്വാസങ്ങളും അന്ധമാണ്. ഈ ദൈവികമായ വിശ്വാസം എന്ന് മാത്രമല്ല, ഇപ്പം നമ്മളൊരു ഡോക്ടറെ വിശ്വസിക്കുന്നത്, സയൻസിനെ വിശ്വസിക്കുന്നത്, സയൻറ്റിഫിക്കൽ വിശ്വാസം എല്ലാം അന്ധവിശ്വാസമാണ്. എന്തുകൊണ്ടാണെന്നറിയോ? അതായത് നമ്മൾ ഇന്നത്തെ ഒരു വിശ്വാസം എന്ന് പറയുമ്പോൾ നിങ്ങൾ ചോദിക്കുക സയൻസിനെ വിശ്വസിച്ചുകൂടി, അങ്ങനെയല്ല. പുതിയ പുതിയ കണ്ടെത്തലുകളാണ് സയൻസ് എന്ന് പറയുന്നത്. അപ്പം ഇന്ന് കണ്ടെത്തിയത് ചിലപ്പോൾ നാളെ നമ്മൾ തെറ്റാണെന്ന് സയൻസ് തന്നെ കണ്ടെത്തും. അല്ല പുറത്തുള്ള ആളുകൾ അല്ലെങ്കിൽ ജ്യോത്സ്യന്മാർ കണ്ടെത്തുമെന്നല്ല ഞാൻ പറയുന്നത്, സയൻസ് തന്നെ കണ്ടെത്തും. അത് പുതിയ പഠനങ്ങൾ നടക്കുന്നതുകൊണ്ടാണ്. അതിൻ്റെ പോരായ്മയല്ല ഞാൻ പറയുന്നത്, പുതിയ പഠനങ്ങൾ നടക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ ചെയ്യുന്ന വിശ്വാസം എന്ന് പറയുന്നത് നാളെ അന്ധമായ വിശ്വാസമായിരിക്കും. നമ്മളിപ്പോൾ ചിന്തിക്കുന്നു, ഈ പണ്ട് ചിന്തിച്ചുകൊണ്ടിരുന്നത് കോടുള്ള വയറ് മാത്രം, ലേപ്പർ ഉപയോഗിച്ച് മാത്രമേ നമുക്ക് ഇങ്ങനെ സംസാരിക്കാൻ പറ്റുള്ളൂ എന്നായിരുന്നു. പണ്ട് വാർത്ത വായിക്കുമ്പോൾ VCR VCP ഇട്ടിട്ട് അതിൽ ഈ ഡയറക്റ്റ് ലൈറ്റ് അടിച്ച് വലിയ മൈക്ക് വയറ്റിൽ കയറ് വെച്ച് കെട്ടി വെച്ചിട്ട് വാർത്ത വായിക്കുന്നൊരു കാലം പ്രാദേശിക ചാനലുകൾക്കുണ്ടായിരുന്നു. അന്ന് എഡിറ്റിംഗ് നടക്കുന്നത് VCR VCPയിലാണ്. ഇടയ്ക്ക് എവിടെയെങ്കിലും ഒരു മിസ്റ്റേക്ക് ഉണ്ടായാൽ ആദ്യം മുതൽ വീണ്ടും വായിക്കേണ്ടി വരുന്നൊരവസ്ഥയുണ്ടായിരുന്നു. അന്ന് ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല ഇങ്ങനെ കമ്പ്യൂട്ടർ വരുമെന്ന്. അപ്പോൾ അന്നത്തെ വിശ്വാസം ഇതാണ്. പക്ഷേ വരുന്ന കാലയളവിൽ മാറി. അപ്പോൾ എല്ലാ വിശ്വാസങ്ങളും അന്ധമാണ്. നിങ്ങൾ ആചാരം അനാചാരം എന്ന നിലയിലേക്ക് അതിനെ കാണുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. ഇപ്പം ഞാൻ പറയാം, ഇപ്പം ജ്യോതിഷം ഒരു ഉദാഹരണം പറയുകയാണ്. ഇപ്പം ഞാൻ നിങ്ങളോട് പറയുകയാണ്, ജ്യോതിഷത്തിൻ്റെതായ നിയമമുണ്ട്. അത് ഒരുപക്ഷെ ക്രിസ്ത്യൻ എന്നോട് ചോദിക്കുകയാണത് സയൻസ് വെച്ചൊന്ന് പ്രൂവ് ചെയ്യുമെന്ന് പറഞ്ഞാൽ അത് പ്രൂവ് ചെയ്യാൻ പറ്റില്ല. ഇന്ന് വരെ. നാളെ പ്രൂവ് ചെയ്യാൻ പറ്റില്ല എന്ന് നമുക്ക് പറയാനും പറ്റില്ല. നാളെ ചിലപ്പോൾ പ്രൂവ് ചെയ്തേക്കാം. ഇന്ന് എനിക്കിപ്പോൾ നിങ്ങൾ എന്നോട് ഇതൊന്ന് പ്രൂവ് ചെയ്യുമെന്ന് പറഞ്ഞാൽ എന്നെ കൊണ്ട് പറ്റില്ല, കാരണം അത് സാധിക്കില്ല. അപ്പം ജ്യോതിഷത്തിൻ്റെതായ നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾ വെച്ചുകൊണ്ട് നമുക്കൊരു കാര്യം പറയാം. ഇപ്പോൾ ക്രിസ്റ്റീനെ എന്നോട് നാളെ അല്ലെങ്കിൽ ഡേറ്റ് ഓഫ് ബർത്തും ടൈമും പറയുമ്പോൾ ഞാൻ ക്രിസ്റ്റീനോട് പറയുകയാണ്, നിങ്ങൾക്കിപ്പോൾ ഇതാണ് ടൈം. ഉദാഹരണമായിട്ട് കണ്ടകശനിയാണ് നിങ്ങളുടെ ടൈം, അല്ലെങ്കിൽ ഒരു മോശ സമയമാണ്. അപ്പോൾ മോശ സമയത്ത് ചെയ്തുകൂടാത്ത ചില കാര്യങ്ങൾ ജ്യോതിഷത്തിൽ പറയുന്നുണ്ട്. അകാലചര്യാം മൃഗയാം ച സാഹസം സുദൂരയാനം ഗജവാജി വാഹനം ഗൃഹാപരേഷാം ഗമനം ചവർജയിൽ ഗൃഹേഷു രാജ വിഷമസ്ഥിതേഷു. അതായത് നമുക്ക് മോശക്കാലയളവിൽ ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങളെ പറ്റിയാണ് പറയുന്നത്. പല കാര്യങ്ങൾ പറയുന്നുണ്ടാവും. ആവശ്യമില്ലാത്ത യാത്രകൾ ഒഴിവാക്കുക, പിന്നെ ഈ മൃഗീയ സ്വഭാവമുള്ള ജന്തുക്കളുമായിട്ടോ ആളുകളുമായിട്ടോ ഉള്ള സഹവാസങ്ങൾ ഒഴിവാക്കുക, പിന്നെ ദൂരയാത്രകൾ പറ്റുമെങ്കിൽ ഒഴിവാക്കുക. അങ്ങനെ ഒരുപാട് സാമ്പത്തിക ഇടപാടുകൾ കുറച്ച് ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ നിങ്ങളോട് പറയുകയാണ്, ഈ സമയം നിങ്ങൾ സാമ്പത്തികമായ ഇടപാടുകൾ ശ്രദ്ധിക്കണം. ആവശ്യമില്ലാത്ത ഇൻവെസ്റ്റ്മെൻറ്റുകൾക്ക് പോകരുത്. പണം വളരെ സൂക്ഷിച്ച് ചെലവഴിക്കുക എന്ന് പറയുന്നത് ജ്യോതിഷമാണ്. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുകയാണ്, നിങ്ങൾ തീരാൻ പോവാണ്, നിങ്ങൾ പരമദരിദ്രനാവാൻ പോവാണ്, നിങ്ങളുടെ ജീവിതം ഇനി ഒരിക്കലും രക്ഷപ്പെടത്തില്ല. രക്ഷപ്പെടണമെങ്കിൽ നിങ്ങൾ എനിക്കൊരു 50,000 രൂപ തന്നാൽ ഞാനൊരു ഹോമം ചെയ്ത് ഇത് മാറ്റിത്തരാം എന്ന് പറയുന്നത് അനാചാരം.